നമ്മൾ ഇനി പരിശോധിക്കുന്നത് അന്താരാഷ്ട്ര വാർത്തകൾ ആണ്. അതിൽ തന്നെ അമേരിക്കയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. അമേരിക്കയിൽ പൊതുസ്ഥലത്ത് വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്. 8 കുട്ടികൾ ആണ് കൊല്ലപ്പെട്ടത്. ലൂയിസിയാനയിലെ ഷെവ്രപോർട്ടിൽ ആണ് ഇത്തരത്തിൽ ഒരു വെടിവെപ്പ് ഉണ്ടായത്. 1-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ ആണ് കൊല്ലപ്പെട്ടത്. അക്രമിയെ പോലീസ് വെടിവെച്ച് കൊന്നു. ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അജയ് സുധ ബിജു ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അജയ്, പലപ്പോഴും ഇത്തരം ഞെട്ടിക്കുന്ന വാർത്തകൾ നമ്മൾ അമേരിക്കയിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ്. എന്തായിരുന്നു ഈ വെടിവെപ്പിനുണ്ടായ ഒരു പ്രകോപനം എന്നാണ് അറിയാൻ സാധിക്കുന്നത്? അഭിലാഷ്, ഇതൊരു വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. 3 വീടുകളിൽ കയറിയാണ് ഈ അക്രമി ഇത്തരത്തിൽ വെടിയുതിർത്തത്. ഇയാളൊരു സൈനികനാണ്. ഷമർ എൽക്കിൻസ് എന്ന് പറയുന്ന 31-കാരനാണ് ആക്രമണത്തിന് പിന്നിൽ. ആക്രമണത്തിന് ശേഷം പോലീസ് ഇയാളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഇയാൾ വെടിവെച്ച് കൊന്നതിൽ 8 പേരിൽ 7 പേരും ഇയാളുടെ മക്കളാണ് എന്ന ഒരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. അതായത് ഇയാൾ നിരന്തരമായി ഭാര്യയുമായി ഒരു കുടുംബ പ്രശ്നത്തിൽ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ ഇത് കാരണം ഭാര്യയോടും മക്കളോടും ഇയാൾക്ക് തീർത്താൽ തീരാത്ത വൈരാഗ്യമുണ്ടായിരുന്നു. ഭാര്യയോടുള്ള ദേഷ്യം തന്നെയാണ് കുട്ടികളിലേക്കും പടർന്നത്. ഇത് കാരണം ഇയാൾ മുൻപ് കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളിലെത്തി അവിടെ വെച്ചും കുട്ടികളെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചിരുന്നു. ഈ സംഭവത്തിൽ ഇയാൾക്കെതിരെ കേസുണ്ട്. പോലീസ് ഇയാളെ അന്ന് അറസ്റ്റ് ചെയ്തതാണ്. അതിനുശേഷം സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം പോലീസ് ഇയാളെ വാൺ ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. പക്ഷേ ഇയാൾ പിന്നീടും ഭാര്യയ്ക്ക് നേരെ ശല്യം, അതുപോലെ തന്നെ ഉപദ്രവവും എല്ലാം തുടർന്നതാണ്. അങ്ങനെ ഇയാളിൽ നിന്ന് നിരന്തരമായി ഭീഷണികൾ ഉള്ളത് കാരണം ഈ കുട്ടികളെ ഭാര്യ സുരക്ഷിതമായി മറ്റൊരു സ്ത്രീയുടെ വീട്ടിലാണ് പാർപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇയാൾ ഇത്തരത്തിൽ ഈ ഭാര്യയെ തേടി അവരുടെ വീട്ടിലേക്ക് ചെന്നത്. ഈ ഭാര്യയോട് കുട്ടികൾ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഇയാൾ തലയ്ക്ക് വെടിയുതിർക്കുകയായിരുന്നു. അവർ ഇപ്പോൾ മരിച്ചിട്ടില്ല, ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തുടർന്ന് ഇയാൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലിൽ മറ്റ് 2 വീടുകൾ കൂടി കയറി. അവിടെ നിന്ന് അവസാനമാണ് ഇയാൾ ഈ കുട്ടികളെ പാർപ്പിച്ചിട്ടുള്ള സ്ത്രീയുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത്. അവിടെ വെച്ച് ഇയാൾ കുട്ടികളെ സുരക്ഷിതരാക്കാൻ വേണ്ടി ശ്രമിച്ച ആ സ്ത്രീയുടെ തലയ്ക്ക് നേരെ വെടിവെച്ചു. ഇവർക്കും ഗുരുതരമായി പരിക്കുണ്ട്. ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നു എന്നാണ് വിവരമുള്ളത്. അതിനുശേഷമാണ് ഇയാൾ തൻ്റെ 7 മക്കളെ വെടിവെച്ച് കൊന്നത്. ഈ കുട്ടികളുടെ സുരക്ഷ ഏൽപ്പിച്ചിരുന്ന ഈ സ്ത്രീയുടെ മക്കളിൽ ഒരാളെയും ഇയാൾ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. മറ്റൊരു കുട്ടിക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതായത് ആ സ്ത്രീയുടെ 2ാമത്തെ ഒരു കുട്ടി, അത് ഈ കെട്ടിടത്തിൽ നിന്ന് ഇയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കെട്ടിടത്തിൻ്റെ മുകൾ വശത്തെ ജനലിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. ഈ ചാട്ടത്തിൽ കുട്ടിയുടെ 2 കാലുകളും ഒടിഞ്ഞതായിട്ടാണ് വിവരം. ഗുരുതരമായിട്ടുള്ള പരിക്കോടെ ഈ കുട്ടി നിലവിൽ ചികിത്സയിലാണ്. ഈ അക്രമത്തിന് ശേഷം ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനിടെയാണ് ഇയാൾക്ക് നേരെ പോലീസ് വെടിയുതിർത്ത് ഇയാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെടുന്നത്. എന്തായാലും പോലീസ് ഉടൻ തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി സംഭവ സ്ഥലത്ത് മറ്റുള്ളവരെ ആശുപത്രിയിലേക്ക് അടക്കം മാറ്റിയിട്ടുണ്ട്. എന്തായാലും നിരവധി പേരടക്കം ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. 8 പേരാണ് മരിച്ചത്. 1 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് ഈ ദാരുണ സംഭവത്തിന് ഇരയായത്. സൂചിപ്പിക്കുന്ന പോലെ അമേരിക്കയിൽ നിന്ന് അങ്ങേറ്റം ദാരുണമായ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. കുടുംബ പ്രശ്നമാണ് ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്നതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.